വട്ടിയൂർക്കാവ് ക്ലാസിക് പോരാട്ടത്തിന് അരങ്ങൊരുങ്ങി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അവർ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ പ്രതീക്ഷിക്കാൻ ഏറെയുണ്ട് BJPക്ക്. BJP ഇത്തവണ വട്ടിയൂർക്കാവിൽ നിർത്തിയിരിക്കുന്നത് പത്മജ വേണുഗോപാലിനെയാണ്. പത്മജ വേണുഗോപാലിനെ എതിർക്കാൻ കോൺഗ്രസിൽ നിന്ന് എത്തുന്നത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ വട്ടിയൂർക്കാവ് വിടാൻ തീരുമാനിച്ചിരുന്നു. ഗുരുവായൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. അത് പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇന്നലെ കെ മുരളീധരൻ പ്ലേറ്റ് മാറ്റുകയും താൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി വട്ടിയൂർക്കാവ് ക്ലാസിക് മണ്ഡലമായി മാറുകയാണ്. ക്ലാസിക് പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറുകയാണ്. VK പ്രശാന്താണ് നിലവിൽ വട്ടിയൂർക്കാവിലെ MLA. 2 തവണയാണ് അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചത്. ഓരോ തവണയും ഭൂരിപക്ഷം കൂടി വന്നു VK പ്രശാന്തിന്. പ്രശാന്തിനെ അട്ടിമറിക്കാൻ മുരളീധരന് ആകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പത്മജയ്ക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ വട്ടിയൂർക്കാവിൽ കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ത്രികോണ മത്സരത്തിൻ്റെ ചൂട് തന്നെയാണ് വട്ടിയൂർക്കാവിൽ ഇനി വരുന്നത്. താപനില ഉയർന്നും താഴ്ന്നും ഇരിക്കാം. പ്രശാന്ത് നേരത്തെ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. അതുപോലെ കെ മുരളീധരനും വട്ടിയൂർക്കാവ് ലാൻഡ് ചെയ്തിരുന്നു. നേരത്തെ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മത്സരിക്കുമെന്ന ശ്രുതി ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് സുരക്ഷിത മണ്ഡലം തേടി ഗുരുവായൂരിലേക്ക് പോയിരുന്നു. എന്നാൽ പിന്നീട് കെ മുരളീധരൻ മനസ്സ് മാറ്റി. ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചു താൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന്. ഇതോടുകൂടി വട്ടിയൂർക്കാവിൽ ശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. സഹോദരിക്കെതിരെ സഹോദരൻ മത്സരിക്കുക എന്നൊരു പ്രതിഭാസം കൂടി വട്ടിയൂർക്കാവിലുണ്ട്. BJPയിൽ ചേർന്ന ശേഷം പത്മജയുമായി താൻ സംസാരിച്ചിട്ടില്ലെന്ന് മുമ്പ് മുരളീധരൻ പറഞ്ഞിരുന്നു. മുരളീധരനെ കോൺഗ്രസ് ചതിക്കുമെന്ന് പത്മജയും തിരിച്ചടിച്ചു. എന്തായാലും സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബലാബലം വട്ടിയൂർക്കാവിൽ കാണാം. അതിലെല്ലാം ഉപരി ഇടതുപക്ഷം വട്ടിയൂർക്കാവ് മണ്ഡലം നഷ്ടപ്പെടാൻ ഇടതുപക്ഷത്തിന് വട്ടിയൂർക്കാവ് മണ്ഡലം നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ല. അസഹനീയമാണ് ആ മണ്ഡലം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ VK പ്രശാന്തിന് വേണ്ടി കാടിളക്കിയുള്ള പ്രചരണം അവർ നടത്തും എന്നുള്ളത് ഉറപ്പാണ്. VK പ്രശാന്ത് ഇപ്പോൾ വട്ടിയൂർക്കാവിലും MLA പ്രോയാണ്. മുമ്പ് മേയർ പ്രോയായിരുന്നു പ്രശാന്ത്. ഇപ്പോൾ MLA പ്രോയാണ്. ഏത് കാര്യത്തിനും ഓടിയെത്തുന്ന MLA പ്രോ. ആ പ്രോയെ തഴയാൻ വട്ടിയൂർക്കാവിന് അത്ര പെട്ടെന്നൊന്നും കഴിയില്ല. വട്ടിയൂർക്കാവ് നായർ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലമാണ്. കോൺഗ്രസിന് അനുകൂലമായ നിയോജക മണ്ഡലമാണ്. അവിടെയാണ് ഇഴവനായ VK പ്രശാന്ത് 2 പ്രാവശ്യം ജയിച്ചത്. മുരളീധരൻ വന്നു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിലെ NSS വോട്ടുകൾ മുരളിക്ക് ലഭിക്കുമെന്ന് മുരളി വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് മുരളിയെ നയിക്കുന്നത്. പത്മജ വേണുഗോപാൽ വിചാരിക്കുന്നത് NSS വോട്ടുകളും BJP വോട്ടുകളും ലഭിച്ചു കഴിഞ്ഞാൽ തനിക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പത്മജ ഗോപാലിന് ഈ ഇലക്ഷനിൽ വട്ടിയൂർക്കാവിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാന മത്സരം കെ മുരളീധരനും VK പ്രശാന്തും തമ്മിലായിരിക്കും. പത്മജ വേണുഗോപാൽ ദയനീയമായി പരാജയപ്പെടും എന്നതും ഉറപ്പാണ്. പത്മജ മുരളീധരൻ വന്നതോടുകൂടി പത്മജയും സമ്മർദ്ദത്തിലാണ്. കാരണം കരുണാകരന് ഉള്ള വോട്ടുകൾ, കരുണാകരൻ്റെ അനുകൂല വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസിൽ നിന്ന് തനിക്ക് ലഭിക്കുമെന്ന് പത്മജ വിചാരിച്ചിരുന്നു. പക്ഷേ മുരളീധരൻ എത്തിയതോടുകൂടി അതൊക്കെ സ്വാഹയായി മാറി. എന്തായാലും 2 കൂട്ടരും ശക്തമായ പോരാട്ടത്തിൽ, 3 കൂട്ടരും ശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ്. പത്മജയാകട്ടെ തന്നെ ഒതുക്കുന്നു എന്ന ആരോപണവുമായി നടക്കുകയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് നിർത്തി പത്മജയെ കുരുതി കൊടുക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷേ പത്മജ യുദ്ധത്തിനിറങ്ങും. യുദ്ധത്തിൻ്റെ തീവ്രത കൂട്ടും പത്മജ വേണുഗോപാൽ എന്നതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ വട്ടിയൂർക്കാവ് ക്ലാസിക് പോരാട്ടത്തിൻ്റെ ക്ലാസിക് മണ്ഡലമായി മാറുന്നു.